നമുക്ക് ഫംഗയുടെ 4 ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഫൈക്കോ, ആസ്കോ, ബസിഡിയോ ആൻഡ് ഡിപ്റ്ററോമൈസീഡ്സ്. അതിൽ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പ് അത് നമ്മൾ എന്ത് വിളിക്കാം? ഫൈക്കോമൈസീഡ്സ് എന്ന് പറയും. ഈ ഫൈക്കോമൈസീഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഫംഗി ആണ്. അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന ഒരു ഫംഗി എന്ന് പറയുന്നത് ഈ ഫൈക്കോമൈസീഡ്സ് ആണ്. അതുകൊണ്ട് ഇവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ ആൽഗയിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ് ഫംഗി എന്ന ഒരു അഭിപ്രായത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ആൽഗയുമായിട്ട് വളരെയധികം സിമിലാരിറ്റി കാണിക്കുന്ന ഒരു ഫംഗൽ ഗ്രൂപ്പും കൂടെയാണ് ഫൈക്കോമൈസീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫൈക്കോമൈസീഡ്സ് നമുക്ക് എങ്ങനെ കാണാം? ഉദാഹരണത്തിന് ബ്രെഡ്, എല്ലാവർക്കും അറിയാവുന്ന സാധനം, നമ്മൾ കഴിക്കുന്ന ബ്രെഡ് അല്ലെ? ബ്രെഡ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നാലും നമ്മൾ കഴിക്കാതെ വെക്കുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിനൊരു വല്ലാത്ത ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ അത് നമ്മൾ അതുപോലെ തന്നെ പുറത്തെവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ, റൂമിൽ എവിടെയെങ്കിലും വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു ഗ്രേഷ് ഗ്രീൻ കളർ, ഒരു പൗഡറി അപ്പിയറൻസ് അത് സർഫസിൽ വരും. അത് അതുപോലെ തന്നെ വീണ്ടും വെക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് കളർ കാണാൻ പറ്റും അല്ലേ? അപ്പൊ ബ്ലാക്ക് കളറൊക്കെ ആകുമ്പോൾ അവിടെ സ്പോർ ഫോർമേഷൻ ഫംഗയിൽ വന്നതാണ്. ആ ഫംഗൈ നമ്മൾ ബ്രെഡിൽ വസിക്കുന്ന ഫംഗൈ എന്ന അർത്ഥത്തില് ബ്രെഡ് മോൾഡ് എന്നാണ് പറയുന്നത്. ബ്രെഡ് മോൾഡ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ബ്ലാക്ക് കളറിലുള്ള സ്പോർട്സ് ആയിട്ട് മാറുന്നത് കൊണ്ട് ബ്ലാക്ക് മോൾഡ് എന്നും പറയും. അതായത് ഫൈക്കോമൈസീഡ്സ് ഫംഗൈക്ക് ഒരു എക്സാമ്പിൾ ആണ് ബ്രെഡ് മോൾഡ്, അല്ലെങ്കിൽ അത് നമുക്ക് റൈസോപ്പസ് എന്ന് പറയും. മനസ്സിലായോ? അപ്പം ഫംഗൈ എന്ന് പറയുന്നത് അക്വാട്ടിക് ഹാബിറ്റാറ്റ് കാണിക്കുന്നു. അതുപോലെ തന്നെ മോയിസ്റ്റ് ഡാം പ്ലേസസില്, ഡാർക്ക് ഏരിയാസിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഡീക്കേയിങ് ആയിട്ടുള്ള പ്ലാന്റ് മെറ്റീരിയലിൽ, വുഡിലൊക്കെ കാണപ്പെടുന്ന ഒരു ഫംഗൈ, മോയിസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്ന ഒരു ഫംഗൈയാണ് ഫൈക്കോമൈസിസ് എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിൽ തന്നെ ചില മെമ്പേഴ്സ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്, അതായത് ആ ഫംഗിക്ക് ലൈഫ് സൈക്കിള് പൂർത്തിയാക്കണമെങ്കിൽ ഒരു സ്പെസിഫിക് ഹോസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഫംഗിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാനായിട്ട് പറ്റൂ. ഉദാഹരണത്തിന് അൽബ്യൂഗോ എന്ന് പറയുന്നത് മസ്റ്റാർഡ് പ്ലാന്റ്സിൽ പാരസൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫൈക്കോമൈസീറ്റസ് ഫംഗൈ ആണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഒന്ന് റൈസോപ്പസ്, മറ്റൊന്ന് അൽബ്യൂഗോ, വേറെ ഒന്നെന്താണ്? മ്യൂക്കർ. അപ്പൊ അൽബ്യൂഗോ ഉണ്ട്, മ്യൂക്കർ ഉണ്ട്, റൈസോപ്പസ് ഉണ്ട്. ഇത് 3ഉമാണ് ഈ ഫൈക്കോമൈസീസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ. ഇത് റൈസോപ്പസ് നിങ്ങൾക്ക് പരിചയമായി അല്ലെ? ബ്രെഡിൽ കാണുന്ന ഫംഗി, ബ്രെഡിൽ അറ്റാക്ക് ചെയ്യുന്ന ഫംഗിയാണ് ബ്രെഡ് മോൾഡ് എന്നറിയപ്പെടും. സാപ്രോഫൈറ്റ്സ് ആണ്. അപ്പൊ ഒരു പാരസൈറ്റിക് ഫംഗി എന്താണെന്ന് പറഞ്ഞു. അൽബ്യൂഗോ മസ്റ്റാർഡ് പ്ലാന്റ്സിൽ പാരസൈറ്റ് ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു ഫംഗിയാണ് അൽബ്യൂഗോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫംഗൽ ബോഡിയിലേക്ക് പോകാം. അപ്പം ഹാബിറ്റാറ്റ് മനസ്സിലായി കഴിഞ്ഞല്ലോ, എവിടെയാണ് കാണുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ഫംഗൽ ബോഡി, അതായത് മൈസീലിയം ആണ്. മൈസീലിയത്തിനകത്ത് എന്തുണ്ട്? ഹൈഫേ ഉണ്ട്. ഹൈഫേ എസെപ്റ്റേറ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ്? ക്രോസ് വാള് കാണത്തില്ല. ഫിലമെന്റസ് നേച്ചറുള്ള ഹൈഫയിൽ ക്രോസ് വാള് കാണത്തില്ല. എസെപ്റ്റേറ്റ് ആണ്. അപ്പൊ എസെപ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ കൂടെ പറയുന്ന പോയിന്റ് ആണ്, ക്രോസ് വാൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ഉണ്ടാകും. ആ അവസ്ഥയെ നമ്മൾ സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറയും. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഫംഗയിൽ കാണുന്ന റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അത് നമ്മൾ സൂസ്പോർസ് വഴിയും അത് മോട്ടയിലാണ്. അതുപോലെ നോൺ മോട്ടയിലായ അപ്ലാനോസ്പോർസ് വഴിയും അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു. അപ്പൊ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മോട്ടയിലായിട്ടുള്ള മൂവ് ചെയ്യാൻ ഫ്ലജെല്ല ഉള്ള സൂസ്പോർസ് വഴി, നോൺ മോട്ടയിലായിട്ടുള്ള തിക്ക് വാൾഡ് സ്പോർസ് അപ്ലാനോസ്പോർസ് വഴിയും ക്യാരി ഔട്ട് ചെയ്യുന്നു. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ 3 രീതിയിലുണ്ട്. ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. ഐസോഗമി, ഗമി മീൻസ് ഗാമേറ്റ്. ഗാമറ്റിക് യൂണിയൻ എങ്ങനെ നടക്കുന്നു? ഐസോ ആയിട്ടുള്ള ഗാമേറ്റ് വഴി, സെയിം സൈസില്, സിമിലർ അപ്പിയറൻസിൽ കാണിക്കുന്ന ഉള്ള ഗാമേറ്റ് തമ്മിലുള്ള ഫ്യൂഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? ഐസോഗമി എന്ന് പറയും. ഡിസിമിലർ ഗാമേറ്റ്സ് ആണെങ്കിൽ അനൈസോഗമി എന്ന് പറയും. ഊഗമി ഡിസിമിലർ ആണ്, അതോടൊപ്പം ഫീമെയിൽ ഗാമേറ്റ് നോൺ മോട്ടയിൽ ആയിരിക്കും. നമുക്ക് മെൻഷൻ ചെയ്താൽ മതി. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3 രീതിയിലാണ്. ഒന്നുകിൽ ഐസോഗമി, എന്താണ്? യൂണിയൻ ഓഫ് സിമിലർ ഗാമേറ്റ്. ഡിസിമിലർ ഗാമേറ്റ് ആണെങ്കിൽ അത് നമ്മൾ അനൈസോഗമി. ഡിസിമിലർ ആൻഡ് നോൺ മോട്ടയിൽ ഫീമെയിൽ ഗാമേറ്റ് ആണെങ്കിൽ ഊഗമി എന്നും പറയും. ഇപ്പൊ നിങ്ങൾക്ക് ഫൈക്കോമൈസീസ് മനസ്സിലായില്ലേ? സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആസ്കോമൈസീസ് ആണ്. ആസ്കോമൈസീസ് എന്ന പേര് വരാൻ, അല്ലെങ്കിൽ ആസ്കോമൈസീസ് എന്ന് പറയുന്ന ഫംഗിക്കുള്ള മറ്റൊരു പേരാണ് സാക് ഫംഗി. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്പോർട്സ് ഒരു സാക്കിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു സഞ്ചി പോലത്തെ സ്ട്രക്ചറിനുള്ളിലാണ് കാണപ്പെടുന്നത്.
ആ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഫംഗയെ നമ്മൾ സാക് ഫംഗൈ എന്ന പേര് കൊടുക്കുന്നത്. അപ്പൊ ആസ്കോമൈസീസ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം? സാക് ഫംഗൈ എന്ന് വിളിക്കാം. അപ്പൊ ഇതിന്റെ ഹാബിറ്റാറ്റും ന്യൂട്രീഷനും കൂടെ ചേർന്ന് കിടക്കുകയാണ്. അപ്പൊ പ്രധാനമായിട്ടും ആസ്കോമൈസീറ്റസ് ഫംഗൈ എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ആണ്. എന്നാൽ ഒരു യൂണിസെല്ലുലാർ ഫംഗൈ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു നേരത്തെ? ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗൈ ഇവിടെ വരുന്നത് ഈ ആസ്കോമൈസീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ഇവിടെ ഫ്രാഗ്മെന്റേഷനും ഫിഷനും ബഡിങ്ങും ഒക്കെ ഉണ്ടാക്കും. നമുക്ക് ഫംഗയെ കുറിച്ച് പറയാം. ഫംഗൽ ബോഡി മൈസീലിയം ആണ്. ഈ മൈസീലിയം എന്താണ്? ബ്രാഞ്ച്ഡ് നേച്ചറിലുള്ളതായിരിക്കും. ഹൈഫേ സെപ്റ്റേറ്റ് ആയിരിക്കും. ഗ്രോസ് വാൾ സെപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മൈസീലിയം കൺസിസ്റ്റ് ഓഫ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയും. ഈ ഹാബിറ്റാറ്റ് പറയുമ്പോൾ സാപ്രോഫൈറ്റിക് ഡീകമ്പോസേഴ്സ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോപ്രോഫിലസ് ഉണ്ട്. സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡീകമ്പോസേഴ്സ് എന്ന് കൂടെ പറയുന്നുണ്ട്. ഡീക്കേയിങ് മെറ്റീരിയലിനകത്ത് വസിക്കുന്ന ഫംഗിയാണ്. പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ ലിവിങ് ബോഡിയെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗി. കോപ്രോഫിലസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഡങ്ങിൽ, കാറ്റിൽ ഡങ്ങിലൊക്കെ കാണപ്പെടുന്ന ഫംഗിയാണ്. ഇപ്പൊ സാക്കോബോളസ്, ലാസിയോബോളസ് എന്നൊക്കെ പറയുന്നത് ആസ്കോമൈസിസിൽ കോപ്രോഫിലസ് ഹാബിറ്റാറ്റ് കാണിക്കുന്ന ഫംഗിയാണ്. ഏതൊക്കെയാണ്? സാക്കോബോളസ് ആൻഡ് ലാസിയോബോളസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ജനറൽ ആയിട്ട് ഓർക്കുക, ഹാബിറ്റാറ്റ് അനുസരിച്ച് ഫംഗി നമുക്ക് സാപ്രോഫൈറ്റിക് ഡീകമ്പോസേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോപ്രോഫിലസ് ഹാബിറ്റാറ്റും ഉണ്ട്. നെക്സ്റ്റ് ഫംഗിയുടെ റീപ്രൊഡക്ഷൻ. ഫംഗിയുടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൊണീഡിയ വഴിയാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞു അല്ലെ? കൊണീഡിയ എന്ന് വെച്ചാൽ നോൺ മോട്ടൈൽ സ്പോർസ് ആണ്. എക്സോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഫയെ നമ്മൾ കൊണീഡിയോഫോർ എന്ന് പറയും. അപ്പം asexual reproduction is carried out by conidia. It produce exogenously on specialized hyphae called conidiophore. Conidia are non-motile. Motile അല്ലാത്ത asexual reproductive unit കൂടെയാണ് കൊണീഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പറയാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ്. എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് പ്ലാസ്മോഗമി, ഡൈകാരിയോൺ, കാരിയോഗമി, formation of zygote, then production of sexual spores and fruiting body. ഇനി ഇവിടെ സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് സൈഗോട്ട് ഫോം ചെയ്ത് സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ്, ഒരു സാക്കിലേക്ക് സ്ട്രക്ചറിലാണ് എന്ന് പറഞ്ഞു. ഈ സാക്കിലേക്ക് സ്ട്രക്ചറിനെ നമ്മൾ ആസ്കസ് എന്നാണ് പറയുന്നത്. ഈ ആസ്കസിനുള്ളിൽ ആണ് എന്തുണ്ടാകുന്നത്? റിഡക്ഷൻ ഡിവിഷൻ നടന്ന സ്പോർസ് ഫോം ചെയ്യുന്നത്. ഈ സ്പോർസിനെ നമ്മൾ ആസ്കോസ്പോർസ് എന്ന് പറയും. അപ്പൊ സെക്ഷുവൽ സ്പോർസിനെ നമ്മൾ ആസ്കോസ്പോർസ് എന്ന് പറയും. ഈ ആസ്കോസ്പോർസ് എന്തിനുള്ളിലാണ്? ആസ്കസിനുള്ളിലാണ് ഫോം ചെയ്യുന്നത്. അതായത് എൻഡോജീനസ് ആണ് പ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാമല്ലോ. ഒരു സഞ്ചി പോലത്തെ കവചത്തിനുള്ളിൽ അകത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ എന്ത് വിളിക്കാം? എൻഡോജീനസ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. ഈ സമയത്ത് എന്തുകൂടെ ഉണ്ടാകുന്നു? ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഫോർമേഷൻ ഉണ്ടാകുന്നു. ഈ ഗ്രൂപ്പിലെ ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടിംഗ് ബോഡിയെ നമ്മൾ ആസ്കോകാർപ്പ് എന്നാണ് പറയുന്നത്. ആസ്കോമൈസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ സെക്ഷുവൽ സ്പോർസ് ആസ്കോസ്പോർസ് ആണ്. അത് എൻഡോജീനസ് ആയിട്ട് ആസ്കസ് എന്ന് പറയുന്ന സാക്കിനുള്ളിലാണ് കാണപ്പെടുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടിംഗ് ബോഡിയെ നമുക്ക് ആസ്കോകാർപ്പ് എന്ന് പറയും. ആസ്കോമൈസിസിന്റെ ഫീച്ചേഴ്സ് മനസ്സിലായോ? കൂടുതൽ മൾട്ടി സെല്ലുലാർ ആണ്. ഈസ്റ്റ് മാത്രമേ ഉള്ളൂ യൂണിസെല്ലുലാർ ആയിട്ട് വരുന്നത്. സാപ്രോഫൈറ്റിക് ഡീകമ്പോസേഴ്സും പാരസൈറ്റ്സും കോപ്രോഫിലസ് ഹാബിറ്റാറ്റും വരുന്നു. മൈസീലിയത്തിനകത്തുള്ള ഹൈഫെ എന്ന് പറയുന്നത് സെപ്റ്റേറ്റും ആണ്, അതോടൊപ്പം ബ്രാഞ്ചിനുമാണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൊണീഡിയ വഴിയാണ്. അത് കൊണീഡിയോഫോർസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഹൈഫയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ എക്സോജീനസ് ആണ്. സ്പോർസിന്റെ പ്രത്യേകത നോൺ മോട്ടൈൽ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഡിഫറെന്റ് സ്റ്റെപ്സിലൂടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു. സെക്ഷൽ സ്പോർസ് ആസ്കോസ്പോർസ് ആണ്. ആസ്കസ് എന്ന് പറയുന്ന സാക്കിനുള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടിംഗ് ബോഡിയെ നമ്മൾ ആസ്കോകാർപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ്. ഇപ്പൊ ഈസ്റ്റ് നമ്മൾ പറഞ്ഞു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗി അല്ലെ. പെൻസിലിയം നേരത്തെ പറഞ്ഞു. പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് എടുക്കുന്നത് പെൻസിലിയത്തിൽ നിന്നാണ്. പിന്നെ പറഞ്ഞു
ആസ്പെർജിലസ് സിട്രിക് ആസിഡ് എടുക്കുന്ന ഫംഗി എന്ന് പറഞ്ഞു. എന്താണ് ജനറ്റിക് വർക്കിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ന്യൂറോസ്പോറ, പിന്നെ ക്ലാവിസെപ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്മുടെ കിങ്ഡം ഫംഗിയില് എന്തൊക്കെ ഗ്രൂപ്പാ പഠിച്ചത്? ഫൈക്കോമൈസീസ് പഠിച്ചു, ആസ്കോമൈസീസ് പഠിച്ചു. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബസിഡിയോമൈസീസ്, അല്ലെങ്കിൽ അതിന്റെ ക്ലബ് ഫംഗി എന്നാണ് പറയപ്പെടുന്നത്. ബസിഡിയോമൈസീസില് കോമൺലി നമുക്ക് കാണാൻ പറ്റുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് മഷ്റൂംസ്, അഗാരിക്കസ് അറിയാമല്ലോ, നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ ബ്രാക്കറ്റ് ഫംഗൈ, അതുപോലെ പഫ് ബാൾസ് എന്നൊക്കെ പറയുന്ന മെമ്പേഴ്സ് ആണ് കോമൺലി ഫൗണ്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിസം എവിടെയൊക്കെ കാണാം? സോയിൽ കാണാം, അല്ലെങ്കിൽ ഡീക്കേയിങ് ലോഗ്സ്, വുഡിൽ കാണാം. ട്രീ സ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരമൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ കുറ്റിയിൽ നിങ്ങൾക്ക് അറിയാം, മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ മഷ്റൂം പോലെയുള്ള ഫംഗസ് വന്ന് പിടിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ല തടി ഉള്ള പലതരത്തിലുള്ള ഫംഗസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാ ട്രീ സ്റ്റംസ് എന്ന് പറയുന്നത്. വെട്ടി മുറിച്ചു മാറ്റിയ ആ മരത്തിന്റെ കുറ്റിയിലൊക്കെ എന്ത് കാണാൻ പറ്റും? നമുക്ക് ഫംഗസിനെ കാണാൻ പറ്റും. അത് കൂടുതലും ഈ ബസിഡിയോമൈസീസ് വിഭാഗത്തില് വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എന്തുമുണ്ട്? പാരസൈറ്റ്സും ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, റസ്റ്റ് ഡിസീസും സ്മഡ് ഡിസീസും. റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന പക്സീനിയ എന്ന് പറയുന്ന ഫംഗിയും സ്മഡ് ഡിസീസ് കോസ് ചെയ്യുന്ന യുസ്റ്റിലാഗോ എന്ന് പറയുന്ന ഫംഗിയും ഈ ബസിഡിയോമൈസീസ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി ഫംഗൽ ബോഡി എന്ന് പറയുന്നത് നമുക്കറിയാം മൈസീലിയം ആണ്. മൈസീലിയത്തിൽ ഹൈഫ ഉണ്ട്, അത് സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ഇതുപോലെ ആസ്കോമൈസീസിൽ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇവിടെ ഇംപ്ലമെന്റസ് ഹൈഫ ആകുമ്പം ഏത് തരത്തിലാണെങ്കിലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഒരു പ്രധാന പ്രത്യേകത ബസിഡിയോമൈസീസിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. ആസ്കോമൈസീസിൽ നമ്മൾ കൊണീഡിയ പറഞ്ഞു, ഡിറ്ററോമൈസീസിൽ ബസിഡിയോമൈസീസിൽ എന്താണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പ്ലാസ്മോഗമി, ഡൈകാരിയോൺ. ഇപ്പൊ ഡൈകാരിയോട്ടിക് ഫേസ് വന്നു കഴിഞ്ഞാൽ ഡൈകാരിയോൺ പിന്നെ കാരിയോഗമി ആയിട്ട് സൈഗോട്ട് ഫോർമേഷൻ അല്ലെ, എന്താണ് സെക്ഷൽ സ്പോർട്സും അതുപോലെ ഫ്രൂട്ടിംഗ് ബോഡീസും ഫോം ചെയ്യുന്നു. അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ എന്തിൽ പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയുന്നത്. പ്ലാസ്മോഗമി, ഡൈകാരിയോൺ, കാരിയോഗമി, സൈഗോട്ട് ഫോർമേഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് സ്പോർട്സ് ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡി. ഇനി ബസിഡിയോമൈസീസിന്റെ ഒരു പ്രത്യേകത, സെക്ഷൽ റീപ്രൊഡക്ഷനില് ആ ഡൈകാരിയോട്ടിക് സ്ട്രക്ചർ വരുമ്പം ആ ഡൈകാരിയോട്ടിക് സ്ട്രക്ചർ ഒരു പ്രത്യേക എന്താണ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഡൈകാരിയോട്ടിക് സ്ട്രക്ചറിൽ നിന്നുണ്ടാകുന്ന ആ ക്യാരക്ടറിസ്റ്റിക് സ്ട്രക്ചറിനെ നമ്മൾ ബസിഡിയം എന്നാണ് പറയുന്നത്. ആ ഡൈകാരിയോട്ടിക് ഹൈഫയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? ബസിഡിയം എന്ന് പറയും. ഈ ബസിഡിയത്തിനകത്ത് വെച്ചാണ് കാരിയോഗമി ആൻഡ് മിയോസിസ്, അതായത് ഹാപ്ലോയിഡ് സ്പോർട്സിന്റെ പ്രൊഡക്ഷന് കാരണമാകുന്ന ഡിവിഷനാണ് മിയോസിസ്. അപ്പം ബസിഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനുള്ളിലാണ് എന്ത് നടക്കുന്നത്? കാരിയോഗമിയും മിയോസിസും നടക്കുന്നത്. അപ്പൊ മിയോസിസ് നടന്നാൽ ബസിഡിയത്തിനകത്ത് എന്തുണ്ടാകുന്നു? 4 ബസിഡിയം 4 സ്പോർട്സിന് 4 ബസിഡിയോ സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഓർക്കേണ്ട ഒരു പ്രധാന റീസൺ, നിങ്ങൾ അഗാരിക്കസ് അല്ലെങ്കിൽ കുമിള് കണ്ടു കാണുമല്ലോ, എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു മഷ്റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കൊട പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് മഷ്റൂം എന്ന് പറയുന്നത്. ഒരു സ്റ്റൈപ്പ് കാണാം, അതുപോലെ തന്നെ ശരിക്കും അംബ്രല്ല സ്ട്രക്ചർ കാണാം. ഒരു മഷ്റൂമിനെ ഇളക്കിയിട്ട് നിങ്ങൾ തിരിച്ചു വെച്ച് നോക്കുമ്പോൾ ബുക്കിന്റെ പേജുകൾ പോലെയുള്ള ലെയർ, ഇതുപോലെയുള്ള ലെയേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു സ്ട്രക്ചറിനെ നമുക്ക് എന്താണ്? അതാണ് ശരിക്കും ബസിഡിയോ കാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡി. ആ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഇല്ലേ, അതായത് പേപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ, മെമ്പറൈൻ സ്ട്രക്ചർ, അതിന്റെ ഇടയിലേക്കാണ് ബസിഡിയോ സ്പോർട്സിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് എന്തില്ല, കവറിങ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ബസിഡിയ ഡയറക്റ്റ് ആയിട്ട് ബസിഡിയോ സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജീനസ് ആയിട്ടാണ്. ആസ്കോമൈസീസിന്റെയും ബസിഡിയോമൈസീസിന്റെയും സെക്ഷൽ റീപ്രൊഡക്ഷൻ കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ ആസ്കോമൈസീസിൽ നമ്മൾ പറഞ്ഞു ആസ്കസിനകത്ത് എൻഡോജീനസ് ആയിട്ട് ആസ്കോസ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? ഇവിടെയാണെങ്കിലോ ബസീഡിയ എക്സോജീനസ് ആയിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബസിഡിയോസ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടിംഗ് ബോഡിയെ നമുക്ക് എന്ത് വിളിക്കാം? ബസിഡിയോ കാർപ്പ് എന്ന് പറയും. മനസ്സിലായോ?
ഇനി ഇതിലെ എക്സാമ്പിൾസ് നമ്മളിവിടെ പറഞ്ഞു. അഗാരിക്കസ് അഥവാ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗൈ, അതുപോലെ പഫ് ബാൾസ്, അതുപോലെ തന്നെ നമ്മൾ റസ്റ്റ് ഫംഗൈ വരുന്ന പക്സീനിയ, സ്മട്ട് ഫംഗൈ എന്നറിയപ്പെടുന്ന യൂസ്റ്റിലാകും. ക്ലിയർ ആയോ? നെക്സ്റ്റ്, അതായത് ഫംഗയുടെ ലാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിറ്ററോമൈസീഡ്സ് എന്ന ഗ്രൂപ്പാണ്. ഈ ഡിറ്ററോമൈസീഡ്സിന്റെ വിഭാഗത്തിൽ വരുന്ന ഫംഗസിന്റെ കേസിൽ അതിന്റെ വെജിറ്റേറ്റീവ് ഫേസും അസെക്ഷൽ ഫേസും ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗിക്ക് ഒരു പേരും കൂടെ ഉണ്ട്, ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയും. ഇംപെർഫെക്റ്റ്, പെർഫെക്റ്റ് അല്ലാത്ത ഫംഗി എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ഡിറ്ററോമൈസീസ് വിഭാഗത്തിലുള്ള ഫംഗിയെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് വിളിക്കുന്നത്? ഡിറ്ററോമൈസീസിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. എന്നാൽ ഈ പ്രസന്റ് ആണ് എങ്കിൽ പിന്നീടുള്ള അതിന്റെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത് ഒന്നുകിൽ ആസ്കോമൈസീസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബസിഡിയോമൈസീസ് ആയിട്ടായിരിക്കും. The sexual reproduction is absent in Dicteromyces, but if present, it will live either as an Ascomyces or a Basidiomyces. So, Dicteromyces is called imperfect fungi. അതുകൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, എന്നാൽ ഉണ്ടെങ്കിൽ അത് ആസ്കോ ആയിട്ടോ ബസിഡിയോമൈസിസ് ആയിട്ടോ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഡിറ്ററോമൈസിസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് വിളിക്കുന്നത്. ഇനി ഫംഗിയെ കുറിച്ച് പറയുമ്പം എന്താണ്, സാപ്രോഫൈറ്റ്സും ഉണ്ട്, പാരസൈറ്റ്സും ഉണ്ട്. മൈസീലിയം നേരത്തെ ആസ്കോയിലും ബസിഡിയോയിലും പറഞ്ഞതുപോലെ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് മൈസീലിയമാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ വഴിയുമാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രൈക്കോഡെർമ, ആൾട്ടർനേറിയ ആൻഡ് കൊളറ്റോട്രിക്ക. മനസ്സിലായോ? ഏതൊക്കെയാണ്? ട്രൈക്കോഡെർമ, ആൾട്ടർനേറിയ, കൊളറ്റോട്രിക്ക. അപ്പൊ ഈ ഫംഗൽ ഗ്രൂപ്പിൽ പാരസൈറ്റ്സും ഉണ്ട്, സാപ്രോഫൈറ്റ്സും ഉണ്ട്. കോമൺലി നോൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ഫോമും അതോടൊപ്പം തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനുമാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ വഴിയാണ് നടക്കുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. ഉണ്ടെങ്കിൽ അത് ആസ്കോമൈസിസിനെ പോലെയോ ബസിഡിയോമൈസിസിനെ പോലെ ആയിരിക്കും ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഫംഗി എന്തെന്ന് വിളിക്കും? ഡിറ്ററോമൈസിസ് എന്ന് പറയും. നമ്മൾ 4 ഗ്രൂപ്പ് ഫംഗയിലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫംഗി അല്ലെങ്കിൽ ഒരു അക്വാട്ടിക് ഫംഗി ഏതെന്ന് ചോദിച്ചാൽ കണ്ണു അടച്ചോണ്ട് ഉത്തരം പറയാം, ഫൈക്കോമൈസിസ് ആണ്. ഫൈക്കോമൈസിസിൽ വരുന്ന ഒരു പാരസൈറ്റിക് ഫംഗി ഏതാണ്? ഏത് പ്ലാന്റിലാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് പറയാം, മസ്റ്റാർഡ് പ്ലാന്റ്സിൽ ഡിസീസ് കോസ് ചെയ്യുന്ന അൽബ്യൂഗോ ആണ് പാരസൈറ്റിക് ഫംഗി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ആസ്കോമൈസിസിലാണ് ഒരു യൂണിസെല്ലുലാർ ഫംഗി ഉള്ളത്, ഈസ്റ്റ് ആണ്, അത് ആസ്കോമൈസിസിലാണ് വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന ഡിഫറെന്റ് എക്സാമ്പിൾസ്, ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഒരുപാട് എക്സാമ്പിൾ നമ്മൾ അതിനകത്ത് പഠിച്ചു. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ വഴിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ആസ്കോസ്പോർസ് എൻഡോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആസ്കസിനുള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസ്കോകാർപ്പാണ് ഫ്രൂട്ടിംഗ് ബോഡി. കൊണീഡിയയും സൂസ്പോർസും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിയായിരുന്നു. സൂസ്പോർസ് എൻഡോജീനസ് ആയിട്ട് സ്പൊറാഞ്ചിയത്തിനകത്ത്, കൊണീഡിയ എക്സോജീനസ് ആയിട്ട് കൊണീഡിയോഫോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൂസ്പോർസ് എൻഡോജീനസ് ആണ്. അതുപോലെ സൂസ്പോർസ് മോട്ടയിലാണ്, കൊണീഡിയ നോൺ മോട്ടയിലാണ്. പിന്നെ നമ്മൾ ബസിഡിയോമൈസിസ് പഠിച്ചു. അതിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫീച്ചർ പറഞ്ഞ സെക്ഷൽ റീപ്രൊഡക്ഷൻ അവിടെ ആബ്സെന്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ ബസിഡിയോമൈസിസിൽ ബസിഡിയ എന്താണ്, എക്സോജീനസ് ആയിട്ട് ബസിഡിയോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടിംഗ് ബോഡി ബസിഡിയോ കാർപ്പാണ്. ലാസ്റ്റ് ഡിറ്ററോമൈസിസ് ഇംപെർഫെക്റ്റ് ഫംഗി ആണ് എന്ന് പറഞ്ഞു. ഇതിന്റെ എല്ലാം എക്സാമ്പിൾസും തന്നു കഴിഞ്ഞു. എക്സാമ്പിൾസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. മൂന്ന് കിങ്ഡം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നാലാമത്തെ കിങ്ഡം എന്ന് പറയുന്നത് പ്ലാൻ കിങ്ഡം ആണ്. നമ്മളിനി അങ്ങോട്ട് മുഴുവൻ പഠിക്കുന്നത് പ്ലാൻ കിങ്ഡത്തിനെ കുറിച്ചാണ്. പ്ലാന്റ്സ് ആണ് ഇതിലെ പ്രധാന മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്ലാൻ കിങ്ഡത്തിന്റെ പ്രത്യേകത പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്, ക്ലോറോഫിൽ ബിയറിംഗ്, ആർട്ടോട്രോപ്സ് ആണ്, സെൽവാൾ സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. ബോഡി ഓർഗനൈസേഷനുകൾ നമ്മൾ പറഞ്ഞു. ഓർഗൻ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് റൂട്ട്, സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, സീഡ്സ്, ഇങ്ങനെ നമുക്ക് ഓരോ ഓർഗനും കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ജനറൽ ഫീച്ചേഴ്സാണ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്
ചില മെമ്പേഴ്സ്, അതായത് പ്ലാന്റ്സിൽ വരുന്ന ചില മെമ്പേഴ്സ് എന്ന് പറയുന്നത് പാർഷ്യലി അത് ഹിറ്ററോട്രോപ്സ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഹിറ്ററോട്രോപ്സ് തന്നെ ഇൻസെക്ടിവോറസ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന പ്ലാന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതിലുപരിയായ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ആദ്യം ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. എന്താണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന്റെ പ്രത്യേകത? കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് പിക്ചർ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു പിക്ചറിനുള്ളിൽ നെക്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഉണ്ട്. അതിനകത്തേക്ക് ഇൻസെക്ട് വന്ന് വീഴുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ലിഡ് ക്ലോസ് ആവും. അപ്പം അതിനകത്തുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഉപയോഗിച്ച് ഇൻസെക്റ്റിന്റെ അകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് പ്ലാന്റ് അബ്സോർബ് ചെയ്യും. പ്ലാന്റ് ഒരു ആട്ടോട്രോഫിക് പ്ലാന്റ് ആണ്. എന്നാൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ബ്ലാഡറിനുള്ളിലോ പിക്ചറിനുള്ളിലോ എന്താണ് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്ത് അതിന്റെ ബോഡിയിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് പ്ലാന്റ് അബ്സോർബ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ് ന്യൂട്രീഷൻ ഈ പ്ലാന്റ് ഫോളോ ചെയ്യുന്നത്. അതിന് 2 എക്സാമ്പിൾ പഠിക്കാം. ഒന്ന് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന പ്ലാന്റ്, മറ്റൊന്ന് ബ്ലാഡർ വർട്ട് യൂട്രിക്കുലേറിയ എന്ന് പറയും വാട്ടർ പ്ലാന്റ് ആണ്. അപ്പൊ ബ്ലാഡർ വർട്ട് വീനസ് ഫ്ലൈ ട്രാപ്പുമാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആയിട്ട് അറിയാം. മറ്റൊരു ന്യൂട്രീഷൻ നേരത്തെ പറഞ്ഞു, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്നുകിൽ പ്ലാന്റ് സെമി പാരസൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ പാരസൈറ്റ് ആയിരിക്കും. ഇപ്പൊ ലൊറാന്തസ്, ഇത്തിലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? മാവിലൊക്കെ പിടിച്ചു കിടക്കുന്ന ഇത്തിലില്ലേ? അപ്പൊ വീട്ടുകാർ പറയും ഇത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് പ്രൊഡക്ടിവിറ്റി, മാങ്ങ പിടിക്കുന്നതിന്റെ അളവ് കുറയും, അല്ലെങ്കിൽ അത് അതിന്റെ ഇത്തിൽ നിൽക്കുന്ന ശിഖരം കാലക്രമേണ അതങ്ങ് എന്താണ് നശിച്ചു പോകുമെന്നൊക്കെ നമുക്കറിയാം, നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം? ഈ ലൊറാന്തസിനെ കണ്ടാൽ പച്ച നിറമുള്ള പ്ലാന്റ് ആണ്, ആട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന പ്ലാന്റ് ആണ്. എന്നാൽ ഈ പ്ലാന്റിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഉണ്ട്, ഹാസ്റ്റോറിയ എന്ന് പറയും. ഈ ടിഷ്യൂ ഉപയോഗിച്ച് പ്ലാന്റിനകത്ത് നിന്ന് ആവശ്യമുള്ള മെറ്റീരിയൽ എല്ലാം അതായത് മിനറൽസും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യും. ലൊറാന്തസ് എന്ന് പറയുന്ന പ്ലാന്റ് അബ്സോർബ് ചെയ്യും. അത് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും സെമി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം അതെന്താ ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം പ്ലാന്റ് നടത്തുന്നു. അതിന്റെ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പാർഷ്യൽ പാരസൈറ്റ്. ചന്ദനമരം കണ്ടാൽ അറിയോ അതൊരു പാരസൈറ്റ് ആണെന്ന്? അതൊരു പാർഷ്യൽ റൂട്ട് പാരസൈറ്റ് ആണ്. അതുപോലെ കസ്ക്യൂട്ട, മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന ചെടിയില്ലേ, മഞ്ഞ നിറത്തില് ചില ചെടികളിലും മരങ്ങളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന വള്ളി പോലെ മഞ്ഞ നിറത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഇതൊരു ടോട്ടൽ പാരസൈറ്റ് ആണ്. അതായത് പൂർണ്ണമായിട്ട് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ ലാർജസ്റ്റ് ഫ്ലവർ റഫ്ലേഷ്യ, അതുപോലെ ഒരു പാരസൈറ്റ് ആണ്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ, സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട്. സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയലിൽ വസിക്കുന്ന ഓർഗാനിസം എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഡീക്കേയിങ് ആയിട്ടുള്ള പ്ലാന്റ് മെറ്റീരിയലിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഒരു എക്സാമ്പിള് മോണോട്രോപ്പ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ അതിനെ ഇന്ത്യൻ പൈപ്പ് എന്ന് പറയും. അത് ഒരു സാപ്രോഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇത് ഇത്രയുമാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഒരു ഡിസ്റ്റിങ്ക്ട് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ലൈഫ് സൈക്കിളിൽ 2 ഫേസ് ഉണ്ട്. ഡിസ്റ്റിങ്ക്ട് ആയിട്ട് 2 ഫേസ് കാണും. ഒരു ഹാപ്ലോയിഡ് ഫേസും കാണും, ഒരു ഡിപ്ലോയിഡ് ഫേസും കാണും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ചാപ്റ്ററുകളിലെല്ലാം പഠിക്കും. ഹാപ്ലോയിഡ് ഫേസിന് നമ്മൾ ഗാമിറ്റോഫൈറ്റ് എന്നും ഡിപ്ലോയിഡ് ഫേസിന് സ്പോറോഫൈറ്റ് എന്നുമാണ് പറയുന്നത്. അപ്പൊ പ്ലാന്റില് ലൈഫ് സൈക്കിൾ എടുത്താൽ ഈ 2 സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 ഫേസും ഒന്നുകിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ലൈഫ് സൈക്കിളിൽ എന്തുകൊണ്ട് ഗാമറ്റോഫൈറ്റിക് ഫേസും ഉണ്ട്, അതോടൊപ്പം എന്തുകൊണ്ട് സ്പോറോഫൈറ്റിക് അതായത് ഹാപ്ലോയിഡ് ഫേസും ഉണ്ട്, ഡിപ്ലോയിഡ് ഫേസും ഉണ്ട്. ഇത് ആൾട്ടർനേറ്റ് ചെയ്താണ് ലൈഫ് സൈക്കിളിൽ വരുന്നത്. അതുകൊണ്ട് ലൈഫ് സൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉള്ള ലൈഫ് സൈക്കിൾ ആണ് പ്ലാന്റ് കിങ്ഡത്തിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ലൈഫ് സൈക്കിളിൽ 2 ഡിസ്റ്റിങ്ക്ട് ഫേസ് ഉണ്ട്. ഒരു ഹാപ്ലോയിഡ് ഫേസ് അഥവാ ഗാമറ്റോഫൈറ്റിക് ഫേസ്, ഡിപ്ലോയിഡ് ഫേസ് അഥവാ സ്പോറോഫൈറ്റിക് ഫേസ്. ഇത് ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട് എന്ന് പറയാം. ഇനി ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ്സ്, പ്ലാന്റിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്
ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പോംസ് ആൻഡ് ആൻജിയോസ്പോംസ്. ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ്സ്, ആ കിങ്ഡത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പോംസ്, ആൻജിയോസ്പോംസ്. പിന്നെ പ്ലാന്റ്സിന്റെ കേസിൽ നമുക്കറിയാം എന്താണ്, ആട്ടോട്രോപ്സ് ആണ്, മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യും, അങ്ങനെ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടും, മിച്ചം വരുന്ന ഫുഡ് മെറ്റീരിയൽ നമുക്കറിയാം സ്റ്റാർച്ച് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിൽ അറിയാനുള്ളത്. മനസ്സിലായല്ലോ? മൾട്ടി സെല്ലുലാർ ആണ്, ക്ലോറോഫിൽ ബിയറിംഗ് ആട്ടോട്രോപ്സ് ആണ്, അതുപോലെ തന്നെ സെൽവാൾ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോഡി ഓർഗനൈസേഷനിൽ നമ്മൾ ഓർഗൻ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് പറഞ്ഞത്. പിന്നെ ചില മെമ്പേഴ്സ് എന്താണ്, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നു. അതിൽ നമ്മൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു, പാരസൈറ്റിക് സെമി പാരസൈറ്റിനെ കുറിച്ചും ടോട്ടൽ പാരസൈറ്റിനെ കുറിച്ചും പറഞ്ഞു, മോണോട്രോപ്പ എന്ന് പറയുന്ന സാപ്രോഫൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കി. പിന്നെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു. ലൈഫ് സൈക്കിളിൽ പ്രധാനമായിട്ടും 2 സ്റ്റേജസ് ഉണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന 2 സ്റ്റേജസിൽ. ഒന്നിനെ നമ്മൾ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ഫേസ് എന്നും മറ്റൊന്നിനെ ഡിപ്ലോയിഡ് അഥവാ സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറയും. ഒന്നുകിൽ ഇത് ഡിപെൻഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനെ ഡിപെൻഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഒരു ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേറ്റ് ചെയ്ത് ഗ്യാമറ്റോഫൈറ്റിക് ഫേസും സ്പോറോഫൈറ്റിക് ഫേസും വരുന്നു എങ്കിൽ ആ ലൈഫ് സൈക്കിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ആൾട്ടർനേഷൻ ഓഫ് ഗ്യാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ്, അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് സ്പോറോഫൈറ്റ് ആൻഡ് ഗ്യാമറ്റോഫൈറ്റ്. ആ ലൈഫ് സൈക്കിളിന് നമുക്ക് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. പിന്നെ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് പ്ലാന്റ് ഗ്രൂപ്പ്സിനെ കുറിച്ച് പറഞ്ഞു. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പോംസ് ആൻഡ് ആൻജിയോസ്പോംസ്. കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ലാസ്റ്റ് കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ. ഇവിടെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ജനറൽ ഫീച്ചേഴ്സില് മൾട്ടി സെല്ലുലാർ ആണ്, ഹിറ്ററോട്രോപ്സ് ആണ്, സെൽവാൾ ആബ്സെന്റ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ പ്രസന്റ് ആണ്. അപ്പൊ മൾട്ടി സെല്ലുലാർ, ഹിറ്ററോട്രോപ്സ് ആണ്, സെൽവാൾ ആബ്സെന്റ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ പ്രസന്റ് ആണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നുകിൽ ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റിന്റെ രൂപത്തിലാണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽ ആണ്. നമ്മളതിനെ ഹോളോസോയിക്, ഹിറ്ററോട്രോപ്സ് ആണ് മെയിൻലി ഹോളോസോയിക് ന്യൂട്രീഷൻ. അപ്പൊ നമ്മുടെ കേസിലെ ന്യൂട്രീഷൻ നമുക്കറിയാം, ഫുഡ് മെറ്റീരിയൽ നമ്മുടെ ബക്കൽ കാവിറ്റിയിലേക്ക്, മൗത്തിനുള്ളിലൂടെ മൗത്ത് കാവിറ്റിയിലേക്ക് ഇൻജസ്റ്റ് ചെയ്യുന്നു അല്ലെ. തുടർന്ന് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനുള്ളിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഡൈജഷൻ നടക്കുന്നു. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ സറൗണ്ടിങ് ബ്ലഡ് വെസൽസിലുള്ള ബ്ലഡിലേക്ക് ഈ ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ആദ്യം ഇഞ്ചക്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽ, ദെൻ ഡൈജഷൻ, ദെൻ അബ്സോർപ്ഷൻ. ഇനി അബ്സോർബ് ചെയ്ത ഫുഡ് മെറ്റീരിയലിന്റെ ബ്ലഡ് സെല്ലിൽ കൊണ്ടെത്തിക്കുന്നു. ട്രാൻസ്പോർട്ട് ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ. സെല്ലിൽ എന്ത് സംഭവിക്കുന്നു? ഈ ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയലിനെ എനർജി റിലീസിംഗ് പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത് നമ്മൾ എസിമിലേഷൻ എന്ന് പറയും. ഇനി വേസ്റ്റ് ആയിട്ടുള്ള അൺഡൈജസ്റ്റഡ് ഫുഡിന് എന്ത് സംഭവിക്കുന്നു? ഇഞ്ചക്ഷനിലൂടെ അത് പുറന്തള്ളുന്നു. അപ്പൊ ഇത്രയും സ്റ്റെപ്സ്, എസ്പെഷ്യലി ഇഞ്ചക്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് ന്യൂട്രീഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയും. പിന്നെ ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ ഒരു ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അഡൾട്ട്സ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന അഡൾട്ട്സിന്റെ ഡെഫിനിറ്റ് ആയിട്ട് ഒരു ഷേപ്പും സൈസും ഒക്കെ കാണും. അതൊരു ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഹയർ ഫോംസിന്റെ കേസിലാണെങ്കിൽ, അതായത് അഡ്വാൻസ്ഡ് മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഇലാബറേറ്റ് സെൻസറി ആൻഡ് ന്യൂറോമോട്ടോർ മെക്കാനിസം പ്രസന്റ് ആയിരിക്കും. കൂടുതൽ മെമ്പേഴ്സിനും ലോക്കോമോട്ടറി സിസ്റ്റം, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ലോക്കോമോട്ടറി സിസ്റ്റം പ്രസന്റ് ആയിരിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസം ഫോളോഡ് ബൈ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ്, എംബ്രിയോ ഫോർമേഷൻ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ സുവോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഡിഫറെന്റ് ഫൈലംസ് ആയിട്ട് ഇതിൽ വരുന്ന ഓർഗാനിസത്തിന്റെ മൊത്തം നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ.